ഗംഗാധരൻ. ഇന്ന് നമുക്ക് ഒരു മനോഹരമായ കഥ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഭഗവാൻ ശിവൻ ഗംഗാമാതാവിനെ തൻ്റെ ജടയിൽ ധരിക്കുന്നത്? ഇത് വെറും ഒരു പുരാണകഥ മാത്രമാണോ? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആത്മീയവും ശാസ്ത്രീയവുമായ അർത്ഥം ഉണ്ടോ? രാജാവ് സാഗരൻ്റെ കഥ. വളരെ കാലം മുമ്പ് സാഗരൻ എന്ന ശക്തനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മഹത്തായ യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗം അശ്വമേധയാഗം എന്നാണ് അറിയപ്പെടുന്നത്. ഈ യാഗത്തിൽ ഒരു പവിത്രമായ കുതിരയെ സ്വതന്ത്രമായി വിടുന്നു. ആ കുതിരയെ ആരെങ്കിലും തടഞ്ഞാൽ അത് രാജാവിനെ വെല്ലുവിളിക്കുന്നത് എന്നാണ് അർത്ഥം. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. ആ കുതിര അപ്രത്യക്ഷമായി. രാജാവ് സാഗരൻ ആരോ കുതിരയെ മോഷ്ടിച്ചുവെന്ന് കരുതി. രാമായണ പ്രകാരം രാജാവിന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരു ഭാര്യ ഒരു മകനെയാണ് പ്രസവിച്ചത്. പേര് അസമജസ്. മറ്റേ ഭാര്യയ്ക്ക് ഒരു ഭ്രൂണം ലഭിച്ചു. പിന്നീട് ആ ഭ്രൂണം 60,000 മക്കളായി വിഭജിച്ചു. അദ്ദേഹം തൻ്റെ പുത്രന്മാരെ കുതിരയെ കണ്ടെത്താൻ അയച്ചു. അവർ എല്ലായിടത്തും തിരഞ്ഞു. കാടുകൾ, മലകൾ, ഭൂഗർഭ ലോകങ്ങൾ. അവസാനം അവർ കുതിരയെ കണ്ടു. അത് കപില മഹർഷിയുടെ അടുത്തായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ആഴത്തിലുള്ള ധ്യാനത്തിലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വലിയ തെറ്റ് സംഭവിച്ചു. ശാന്തമായി ചോദിക്കേണ്ടതിന് പകരം അവർ മഹർഷി കുതിരയെ മോഷ്ടിച്ചുവെന്ന് കരുതി. അവർ ധ്യാനത്തിലിരുന്ന മഹർഷിയെ അലട്ടുകയും ക്രോധത്തോടെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. കപില മഹർഷി ഒരു സാധാരണ സന്യാസി ആയിരുന്നില്ല. അദ്ദേഹം വളരെ ശക്തിയുള്ള ഒരു മഹായോഗിയായിരുന്നു. ആഴത്തിലുള്ള ധ്യാനത്തിലിരിക്കുന്ന ഒരാളെ വലിയ രീതിയിൽ അലട്ടുമ്പോൾ അവിടുന്ന് പുറപ്പെടുന്ന ആത്മീയ ശക്തി വളരെ ശക്തമായിരിക്കും. കപില മഹർഷി കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ അഗ്നിശക്തിയിൽ, തപശക്തിയിൽ ആ 60,000 പുത്രന്മാരും ഉടൻ ചാരമായി മാറി. ഇത് പ്രതികാരമായിരുന്നില്ല, അഹങ്കാരത്തിൻ്റെയും അനാദരവിൻ്റെയും ഫലമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? ആ 60,000 പുത്രന്മാരുടെ ആത്മാക്കൾക്കും ശാന്തി ലഭിച്ചില്ല. അനേകം തലമുറകൾക്ക് ശേഷം രാജാവ് സാഗരൻ്റെ വംശജനായ ഭഗീരഥൻ അതിയായ ഭക്തിയുള്ളതും ദൃഢനിശ്ചയമുള്ളതുമായ രാജാവായിരുന്നു. തൻ്റെ പൂർവികരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കണമെന്നാഗ്രഹിച്ച് അദ്ദേഹം വർഷങ്ങളോളം കഠിനമായ തപസ് നടത്തി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഗംഗാനദിയെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ. എന്തുകൊണ്ട്? കാരണം ഗംഗയുടെ പവിത്ര ജലത്തിന് മാത്രം അവരുടെ ചാരം ശുദ്ധീകരിച്ച് ആത്മാക്കൾക്ക് മോക്ഷം നൽകാൻ കഴിയും. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഗംഗ നേരിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ അവളുടെ ശക്തി ഭൂമിയെ നശിപ്പിച്ചേക്കാം. അതിനാൽ ഭഗീരഥൻ ഭഗവാൻ ശിവനോട് പ്രാർത്ഥിച്ചു. ഗംഗ അതിശക്തിയോടെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ശിവൻ ഗംഗയെ തൻ്റെ ജടയിൽ പിടിച്ചു. അവളുടെ പ്രവാഹം മൃദുവാക്കി. പിന്നീട് സാവധാനമായി ഭൂമിയിലേക്ക് വിടുകയായിരുന്നു. അതുകൊണ്ട് ശിവൻ ഗംഗയെ കരുണയോടെ നിയന്ത്രിച്ചു. അതുകൊണ്ടാണ് ശിവനെ ഗംഗാധരൻ എന്ന് വിളിക്കുന്നത്, ഗംഗയെ ധരിക്കുന്നവൻ. ഈ കഥ വാൽമീകി രാമായണം, ഭാഗവത പുരാണം, വിഷ്ണു പുരാണം എന്നിവയിൽ കാണപ്പെടുന്നു. പിന്നീട് വന്ന മറ്റു പവിത്ര ഗ്രന്ഥങ്ങളിലും ഇത് പരാമർശിക്കുന്നു. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഗംഗ ഒരു സാധാരണ നദി മാത്രമല്ല. ഗംഗ പ്രതിനിധീകരിക്കുന്നത് ദൈവിക ശക്തി, ശുദ്ധി, ജ്ഞാനം, ഉയർന്ന ലോകങ്ങളിൽ നിന്നുള്ള അനുഗ്രഹം. ഗംഗയുടെ ശക്തമായ അവതരണം പെട്ടെന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തെയോ ആത്മീയ ഉണർവിനെയോ സൂചിപ്പിക്കുന്നു. ഒരു വ്യക്തി തയ്യാറായിട്ടില്ലെങ്കിൽ ഇത്തരം ശക്തി അവനിലേക്ക് വന്നാൽ അത് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാം. ശിവന്റെ ജട സൂചിപ്പിക്കുന്നത് സ്ഥിരത, നിയന്ത്രണം, ധ്യാനം, ശാസനയുള്ള മനസ്സ്.
ഈ കഥ നമ്മോട് പറയുന്ന സന്ദേശം: ദൈവിക ശക്തിക്ക് പോലും ദിശ ആവശ്യമുണ്ട്. നിയന്ത്രണമില്ലാത്ത ശക്തി നാശമുണ്ടാക്കും. അടിത്തറയില്ലാത്ത അനുഗ്രഹം മനുഷ്യനെ ഭ്രമിപ്പിക്കും. ശിവൻ നമ്മെ സന്തുലനം പഠിപ്പിക്കുന്നു. ഇതിൻ്റെ മാനസിക അർത്ഥം: നമ്മുടെ സ്വന്തം മനസ്സിനെക്കുറിച്ച് ചിന്തിക്കൂ. നമ്മുടെ ചിന്തകൾ ഒരു നദി പോലെ ഒഴുകുന്നു. അവ നിയന്ത്രണമില്ലാതെ പോയാൽ അവ സമ്മർദ്ദം, കോപം, ആശയക്കുഴപ്പം എന്നിവ സൃഷ്ടിക്കും. പക്ഷേ നാം നമ്മുടെ ചിന്തകളെ പിടിച്ചു നയിക്കാൻ പഠിച്ചാൽ അവ സൃഷ്ടിപരവും ശാന്തപരവുമായി തീരും. ശിവൻ ഗംഗയെ ധരിക്കുന്നത് എന്താണ് പറയുന്നത്? നിങ്ങളുടെ മനസ്സിൻ്റെ പ്രവാഹം നിയന്ത്രിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ ബുദ്ധിപൂർവം നയിക്കുക. ശക്തി നിങ്ങളെ നിയന്ത്രിക്കരുത്, നിങ്ങൾ ശക്തിയെ നിയന്ത്രിക്കണം. പ്രകൃതിയും ശാസ്ത്രീയവുമായ അറിവ്. ഗംഗയുടെ ഉത്ഭവം ഹിമാലയത്തിലാണ്. ഹിമാലയം ശാന്തവും ശക്തവുമായ ഒരു സ്ഥലമാണ്. ശിവനും ഹിമാലയത്തിൽ വസിക്കുന്നു. ഇത് പ്രകൃതിയും ബോധവും തമ്മിലുള്ള സമന്വയം കാണിക്കുന്നു. മലകളിൽ നിന്നുള്ള ജലം മനുഷ്യ സംസ്കാരത്തെ നിലനിർത്തുന്നു. നദികളില്ലെങ്കിൽ ജീവൻ തന്നെയില്ല. ശിവന്റെ ജടയിൽ ഗംഗ ഉണ്ടെന്നത് പ്രകൃതിയെ തന്നെ പവിത്രമാണെന്ന് സൂചിപ്പിക്കുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നദികളെയും ജലത്തെയും ഭൂമിയെയും ആദരിക്കണം. നമുക്ക് ലഭിക്കുന്ന ആത്മീയ സന്ദേശം: ജീവിതം ചിലപ്പോൾ ശക്തമായി നമ്മെ അടിക്കും, ആകാശത്തിൽ നിന്ന് വീഴുന്ന ഗംഗ പോലെ. അപ്പോൾ ഭയപ്പെടേണ്ട, ശിവനെ പോലെ ഇരിക്കുക, സ്ഥിതി ഉൾക്കൊള്ളുക, നിങ്ങളുടെ പ്രതികരണം നിയന്ത്രിക്കുക, പിന്നീട് ശാന്തമായി പ്രവർത്തിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. ശിവൻ നദിയെ തടയുന്നില്ല, അതിൻ്റെ പ്രവാഹം നിയന്ത്രിക്കുന്നു. ഇതാണ് ആന്തരിക ആധിപത്യത്തിൻ്റെ രഹസ്യം. ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത്: നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, നിങ്ങളുടെ ശക്തിയെ സന്തുലിതമാക്കുക, അവ്യവസ്ഥയിലും ശാന്തരായി ഇരിക്കുക. അതാണ് ഗംഗാധാരണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. ഗംഗ പുറത്തേക്ക് ഒരു നദിയായി ഒഴുകുന്നു, പക്ഷേ നമ്മുടെ ഉള്ളിൽ അവൾ ബോധമായി ഒഴുകുന്നു. അത് നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നത് ശിവനാണ്. മനസ്സിനെ ജയിക്കുന്നവനാണ് യഥാർത്ഥ യോഗി. ആ യോഗികളുടെ യോഗിയാണ്, പരമരൂപമാണ് ശിവൻ.